ദുബായ് മൊത്തം ഇരുട്ടാണല്ലോ. ബ്രോ അത് കണ്ട ജോൺ ജാഫർ ജനാർദ്ദനൻ നമ്മുടെ എഴുതിക്കൊണ്ട് പച്ചു നിൽക്കണേ. ഹായ് ബഡീസ്. ജൈനു ഇതാരാണെന്ന് അറിയാം? ഇതാണ് ക്രിസ്റ്റഫർ, എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്. വർഷങ്ങളായിട്ട് ഷാർജയിലാണ്. ഞാൻ ഇന്നലെ എന്നെ വിളിച്ച് നമ്മൾ വരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആരും നമുക്കെല്ലാം അറിയുള്ളൂ. ഇത് ജാഫർ, ഫോട്ടോ വെച്ചാണ്. ക്രിസ്റ്റഫർ. ഇത് ജോൺ. ഹായ് ബഡി. ഇവന്റെ കാര്യം അവര് വരുന്നില്ലേ? അത് വേറെ. എന്നാലും രസത്തിന് വരായിരുന്നു. ബോസ്, നമ്മളെ റിസീവ് ചെയ്യാൻ ആരോ ഒരാൾ വരുമെന്ന് പറഞ്ഞിട്ട്. ഒരു രഹസ്യ കോഡും പറഞ്ഞ ഒരാൾ ഇവിടെ നിൽക്കുമെന്നാണ് പറഞ്ഞത്. എന്തു കോഡ്? സാധനം കയ്യിലുണ്ടോ? അങ്ങനെ വല്ലതും ആണോ? അതൊക്കെ പഴയ നമ്പർ അല്ലേടാ, ഇതൊരു ന്യൂ ജനറേഷൻ കോഡാ. ബോസ് വൃത്തിയോട് പറഞ്ഞു. എന്റെ നാവിന്റെ തുമ്പത്ത്. അത് ഫാസിലിന്റെ പടത്തിന്റെ പേര് പോലുണ്ട്, എന്റെ നാവിന്റെ തുമ്പത്ത്. അതല്ലടാ, ആ കോഡ് എന്റെ നാവിന്റെ തുമ്പത്തുണ്ടെന്ന്. നോക്ക് സുഖമാണോ? യെസ്, സുഖം വേണോ? എനിക്ക് വേണ്ട. എടാ പോത്തെ, സുഖം വേണോ? അതാണ് കോഡ്. ഓ, സുഖം വേണോ? സുഖം. എടാ, ആ കോഡും പറഞ്ഞ് അവൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഞാനൊന്ന് സെർച്ച് ചെയ്യാം, നിങ്ങളൊന്ന് നോക്ക്. ഓക്കെ ബോസ്. സുഖം വേണോ? സുഖം വേണോ? Hello. Welcome, Srinivasan sir. How was your journey? Fine. Right. Please meet our special investigation officer. Hello. Marhaba. Fadal. Please. Thank you. Excuse me. Yes. Are you Malayali? ആണെങ്കിൽ സുഖം വേണോ? What? സുഖം വേണോ? You bloody. ഛേ, സോറി. വൃത്തികെട്ടവൻ. നല്ല തുടക്കം. സെറ്റപ്പ് വണ്ടിയല്ലേ? ബായ്, ഇവിടെ നൈറ്റ് ക്ലബ് ഒക്കെ ഉണ്ടാ? എല്ലാം ഉണ്ട്. Setup ആണോ? പിന്നെ ഫുൾ സെറ്റപ്പ് അല്ലേ ദുബായ്? ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവ നോക്കിക്കോളും കേട്ടാ. നിന്റെ ഊള ഫേസ്ബുക്ക് കൊണ്ടുണ്ടല്ല, ഇന്നാണ് ഒരു ഉപകാരം ഉണ്ടായത്. നീ മുത്താണ്ട ചക്കട മുത്ത്. Come on, let's go. എക്സ്ക്യൂസ് മീ, സുഖം വേണോ? എന്ത്? സുഖം വേണോ? വാടാ. സുഖം വേണം. വേണോ? ആ കോഡ് പറഞ്ഞാണ് ഇന്ന്. അല്ലേ? അല്ല, അതല്ല അതേടോ, ഞാൻ അതല്ല അതിൽ ഉദ്ദേശിച്ചത്. നിന്ന് കോഡ് വാടോ, അല്ല, അതെ. വാടോ. അതല്ല ഉദ്ദേശിച്ചത്. ഛീ, വൃത്തികെട്ടവൻ. ഗുണ്ടകളെ പോലും വെറുതെ വിടില്ല. ഇനി സുഖം വേണ്ട. അണപ്പല്ലി പോയെന്ന് തോന്നുന്നു. കിട്ടിയോ? എനിക്ക് ടിപ്പ്. എന്നാൽ ഇതൊരുമാതിരി മറ്റേടത്തെ കോഡായി പോയി. ഇനി ഇങ്ങനെയുള്ള കോഡും പറഞ്ഞു നടന്ന ദുബായ് പോലീസിന്റെ കയ്യിൽ നിന്നും കിട്ടും. അയ്യോ, എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി ബാക്കിയൊക്കെ ഹോട്ടൽ കോറൽ ബീച്ചിൽ ചെന്നിട്ട് സംസാരിക്കാം. ഹോട്ടലിന്റെ പേരെങ്കിലും ഓർമ്മയുണ്ടല്ലോ. യു ആർ ബ്രില്യന്റ് ബോസ്. കേറിക്കോളൂ. ഇല്ലെങ്കിൽ ഈ റോഡിൽ കിടന്നുറങ്ങണ്ടാവുന്ന. അത് നീ. ബോസ്, എന്താടാ? അങ്ങോട്ട് നോക്കി. ദേ അവന്മാര്. യവന്മാര്? ഇത് അവന്മാരല്ലേ? എടാ, അതിന് നമ്മൾ എന്തിനാടാ കുനിയുന്നത്? നമുക്ക് അവന്മാരല്ലേ അറിയൂ, അവന്മാർക്ക് നമ്മളറിയില്ലല്ലോ. മണ്ടന്മാര്. ആശ്വാസായി. ബോസ്,
ഒന്ന് നോക്കിയേ. എങ്ങോട്ട്? ദേ അങ്ങോട്ട് നോക്കിയേ. അയാൾക്ക് നമ്മളെ നന്നായിട്ട് അറിയാം. ശ്രീനിവാസൻ, എടാ കുനിഞ്ഞോ? ഇയാളെങ്ങനെ ഇവിടെ എത്തി? അയാളുടെ ജോലി തന്നെ നമ്മളെപ്പോലുള്ള കള്ളന്മാരെ പിടിക്കലാണല്ലോ. അതുകൊണ്ട് ഈ സൈസ് ഐറ്റം ദുബൈ മാത്രമല്ല അങ്ങ് ഉഗാണ്ട വരെ കാണും. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് നല്ല പണി ഉറപ്പാ. ബോസുകാരനെ അയാളിപ്പോ സസ്പെൻഷനില്. ബോസ് ജയിലിൽ നിന്ന് ആരോടും പറയാതെ പുറത്തിയാടിയില്ലേ? അപ്പൊ ഇയാളെ അവിടെയുള്ള പോലീസുകാർ പറഞ്ഞുകൊണ്ട് പുറത്താക്കി. സസ്പെൻഷൻ. അപ്പൊ ഇയാൾ എന്നെ തേടി തന്നെ വന്നതാ. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്തായാലും ഒരു കാര്യം ഉറപ്പായി ബോസ്, ഇനി അങ്ങോട്ട് നമ്മളെല്ലാവരും കുനിഞ്ഞു തന്നെ നടക്കേണ്ടി വരും. സിഗ്നൽ ആയെങ്കിൽ വണ്ടി വിടറാ. എന്റെ പള്ളി. പള്ളിയല്ലടാ ഇത്, ഹോട്ടലാണ്. ഹോട്ടല് എനിക്കറിയാടാ പോർക്കെ, ഒരു ബിൽഡപ്പിന് വേണ്ടി ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞാണ്. കുറച്ച് ഡീസന്റ് ആണ്. ഇതിന്റെ കൊച്ചിയല്ല, ദുബായ്. ദുബായ് കൊച്ചി പഴയ കൊച്ചിയിലെന്നറിയാം. ദുബായ് പഴയ ദുബായ് അല്ല. പക്ഷെ ജാഫർ ഉണ്ടല്ല. ഒന്ന് ഇവിടെ വാടാ. ചുമ്മാ നമ്മ ഡീസന്റ് ആയിട്ട് നടക്കണോട്ടാ. ഡീസന്റ് ആയിട്ട് നടക്കാം. ഞാൻ കഴിച്ചു. പാർക്കാണ്. ഇപ്പൊ നോക്കിക്കോ. അവന്റെ കാര്യത്തിൽ തീരുമാനമായാളിയാ. ഇത് പാർക്കല്ല, ഇത് വേറെ എന്താണ്? അയ്യോ ഇത് കറങ്ങനെ പിടിക്കടാ. നിർത്ത് പിള്ളേര് കളിക്കാടാ, നിർത്ത്. തമാശക്ക് തുടങ്ങിയാണ്. സീരിയസ് ആയി എന്ത് കാണിക്കാണ്? ഭായ് വന്നില്ലെങ്കിൽ കുടുങ്ങി പോയനെ ഭായ്. നമ്മ ആദ്യം കളിക്കണ പാർക്കാന്ന് വിചാരിച്ചു. പാർക്കല്ലടാ പോർക്കെ. ക്രിസ്റ്റഫർ ഇല്ലെങ്കിൽ കുടുങ്ങി പോയനെ. നിനക്കൊന്നും പറ്റില്ല. ഫ്ലവർ വേസ്റ്റ് ഇവിടെ കൊണ്ടാണ് വെക്കണേ. അതങ്ങ് തട്ടിമറിച്ചിട്ടില്ല, ഇപ്പൊ തന്നെ തിരിച്ചുകൊണ്ട് വരും. Sure, ma'am. Thank you. Welcome. Yes. Yes. May I help you? Yes, help you. Are you in Indian? No. For Tucci. We have already booked here. Okay. Yeah. ഹായ് ക്രിസ്റ്റഫർ, ഹൗ ആർ യു? My friend Janardhan. ഓക്കെ. Jafar. ഹായ്. Hi. ഓക്കെ. I am John. യാ. താര, തേർഡ് ഫ്ലോറിൽ സീസൈൽ റൂം വെക്കണ്ടേ? Actually, we have a booking here. This is your room number, sir. ഓക്കെ. വെരി ഗുഡ്. Thank you. വെൽക്കം. You looking very nice. Oh, Sorry. sorry. Yeah. Okay. See you later. Okay. ദുബായ് വല്ലാതെ മാറിപ്പോയിരിക്കുന്നു. നീ നേരത്തെ വന്നിട്ടുണ്ടാ? ഇല്ല, ഒരു സ്ഥലമല്ലേ, കുറച്ച് കഴിയുമ്പോൾ ഒരു മാറ്റം ഉണ്ടാവുമല്ലോ. അല്ലേ ബോസ്? ഒരു മാറ്റം ഞാനും മനസ്സിൽ കാണുന്നുണ്ട്. യെസ് ബോസ്. നിങ്ങളെ രണ്ടുപേരെ മാറ്റുന്ന കാര്യമോ പറഞ്ഞത്? ബോസ് ബോസ്, നമ്മളെ എയർപോർട്ടിൽ റിസീവ് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞ ആളെ കണ്ടില്ല. വരും. ഇനി പോണ ഹോട്ടലിലെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു അല്ലേ? ബോസിന് അവന്റെ നമ്പരെങ്കിലും ഒന്ന് വാങ്ങാമായിരുന്നു. അവന്മാരങ്ങനെ നമ്പറൊന്നും തരില്ലടാ. അവന്മാർക്ക് ഫോണില്ലേ? അതല്ലടാ പൊട്ട. യെസ്. അവന്മാരുടെ നമ്പർ നമുക്കും തരില്ല, നമ്മുടെ നമ്പർ അവന്മാർക്കും കൊടുക്കാൻ പാടില്ല. ഇതൊക്കെ ചെറിയ രഹസ്യ ഏർപ്പാടുകളാ. അതുകൊണ്ട് ചില കോഡുകൾ വെച്ച് വേണം കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ. അപ്പൊ ഇതിനെയാണ് രഹസ്യ കോഡെന്ന് പറയുന്നത്. യു ആർ ബ്രില്യന്റ് ബോസ്. Hi. Hello. He is GM of hotel. Welcome to Coral Beach Hotel. Thank you. Please come. Give the key. Take it, sir. Your key. Have a nice day. This is our special guest. ഓക്കെ. Take care. ഷോ സർ. എന്റെ പൊന്നു കൊട്ടാരോ എന്തി കാണുന്നത്? ഇതൊക്കെ വന്ന് കണ്ടില്ലായിരുന്നെങ്കിൽ ഭയങ്കര ലോസ് ആയി പോയെന്ന് മച്ചാനെ. അങ്ങനെ നമ്മ ദുബായിൽ എത്തിയണ മക്കളെ. അയ്യോ ഇതേ കഷ്ടം മോള് പിടിക്കണ. പേടിച്ചു പോയ മനുഷ്യൻ.
പിന്നെ പോണ്. ദേ പിടിക്ക്. ശ്ശെ, ഇതെന്ത് ഹലോ കൊണ്ടാറാണ്? ഹലോ ബഡീസ്. ഏ ഭായ്, എന്താണ് ഇവിടെ ഇരിക്കുമ്പോ കറക്റ്റ് നിങ്ങൾ? ഇരിക്കുമ്പോ കറക്റ്റ് നീങ്ങിന്ന ആ അത് കൊള്ളാല. ഏ? മോനെ ഇത് ദുബായി ആണ്, ദുബായ്. കംപ്ലീറ്റ് റിമോട്ടിൽ കിട്ടും. ഇത് കണ്ടാ, എല്ലാ റിമോട്ടിലാണ്. എല്ലാം റിമോട്ടിലാണ്. റിമോട്ടിലാണ്. നിങ്ങൾ എന്താ ആൾക്കാരാണ്, അതൊന്നും റിമോട്ടിൽ കിട്ടൂല. മലയാളികൾക്ക് അത്യാവശ്യം റിമോട്ട് കിട്ടൂല. പിന്നെ എന്ത് ദുബായ് കണ്ട? എന്നാലേ ഇറങ്ങട്ടെ പടി. താങ്ക്സ് മച്ചാ. നിങ്ങളുടെ കാര്യങ്ങൾക്കായിട്ട് ഒരു ഗൈഡിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവർ ഉടനെ എത്തും. ഓക്കെ. Okay. പിന്നെ എന്തെങ്കിലും എമർജൻസി ഉണ്ടെന്നെ വിളിക്ക്. ഓക്കെ. പിന്നെ എന്റെ നമ്പർ കയ്യിലുണ്ടല്ലോ. പിന്നെ ഓക്കെ. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ ബൈ. ഓക്കെ. ഒന്ന് ഫ്രഷ് ആവട്ടെ. ഇവിടെ ഈ വൈഫൈ വല്ലതും കിട്ടുമെന്ന് നോക്കട്ടെ. ബ്രോ, ഇവിടുത്തെ ബാത്റൂം കണ്ട? സെറ്റപ്പ് ആണ്ടാ. 2 ക്ലോസറ്റ്, മറ്റേയും 2 പേർക്ക് പോവാ. വൈവന്ന ഒന്നും ഉണ്ടായിരിക്കടാ. ഈ ബാത്റൂമിന്റെ ഒക്കെ കാശിനെ കണ്ടല്ല. നമ്മുടെ നാട്ടിൽ 2 വീട് പണിയാന്ന്. ഇപ്പൊ മനസ്സിലായ? എല്ലാത്തിനും കാശ് വേണോടാ. സോ ബ്രദേശ്, അപ്പൊ ഇതുപോലത്തെ സ്ഥലത്തൊക്കെ നമുക്ക് ഇരിക്കാൻ പറ്റാന്നുള്ള വലിയ ഭാഗ്യമാണ്. ഞാൻ ഒന്ന് ഡിപ്പോസിറ്റ് ചെയ്ത് വരാട്ടാ. പെട്ടപ്പെട്ടൊക്കെയാണ് വയറിളക്കുന്ന കയ്യും കാലും ഉരുണ്ട് കയറ്. എന്താ ബോസ്? ആരെയും കാണുന്നില്ലല്ലോ. അയ്യോ, ബോസിന്റെ കാഴ്ച പോയാ? അതല്ലടാ പറഞ്ഞത്, നമ്മളെ കാത്ത് ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഭാഗത്തേക്ക് സെബാസ്റ്റ്യ, വീട്ടിൽ ഇതുപോലെ ഒരെണ്ണം വാങ്ങണം. എന്തിനു? അല്ല, ചുമ്മാ ഇറങ്ങി നടക്കാനോ. ആദ്യം നീ ഒരു വീട് വെക്ക്. അത്ഭുതമായിരിക്കുന്നു. ഹോട്ടലിന്റെ അകവും പുറവും ഒരുപോലെ. അത് തന്നെ. ഇട കേറി വാടകത്തേക്ക്. അകം അവിടെയാണ്. നീ കറങ്ങിക്കോ. സോറി. സുഖം വേണമാ, സുഖം വേണമാ, സുഖം. കാലിന് തട്ടിട്ടിട്ടാണോടാ സുഖം വേണമെന്ന് ചോദിക്കുന്നു. Hey, he's our man. ഷവർമ്മ. Bring him. അയ്യോ. Come on. ബോസ്, ഞാൻ ലൂതർ. കൂതറയോ? ലൂതർ ബോസ്. ഓ ലൂതർ, പ്ലീസ് കം. Welcome, sir. Thank you. Have a Okay. nice day. Thank you. നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഈ കടാപ്പുറം നോക്കി കിടക്കണം. കൂടെ കുറെ മദാമ്മമാര്. ആ, നമ്മളിവിടെ പിക്നിക്കിനല്ല വന്നതെന്ന് ഓർമ്മ വേണം. എന്റെ കയ്യിലെ കാശ് മുടക്കിയാ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ടൂറിന് വന്നെന്ന് കരുതിയാ പോരെ? ഉണ്ടായിരിക്കടാ. എത്രയും വേഗം അവന്മാരെ കണ്ടെത്തി നമ്മുടെ കാശുമായിട്ട് ഈ ദുബായ് വിടണം. ആ പോലീസുകാരൻ ഇവിടെ ഉള്ളിടത്തോളം കാലം നമുക്ക് തലവേദനയാ. പിന്നെ 2 കൂടെ തമാശ കളിച്ച് നടക്കാതെ എത്രയും വേഗം കാര്യം സാധിച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം അറിയാലോ. ഞങ്ങൾ മണ്ടന്മാരല്ല, ഗുണ്ടകളാണ് ബോസ്. ആ, അതെനിക്കൂടെ തോന്നണം.